Hi dears, welcome to Rasfi's kitchen. നമുക്ക് എഗ്ലെസ് ഓംലെറ്റിന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതായത് മുട്ടയില്ലാത്തൊരു ഓംലെറ്റ്. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുക ഇതിപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നാവും. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ ഒരു 1/4 കപ്പ് കടലപ്പൊടി വേണം. അത് ഞാനൊരു ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. അതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാനുള്ള വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒന്നും കൂടെ. ഇപ്പം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി കറിവേപ്പിൻ്റെ ഇലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് അങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാൻ അങ്ങ് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് നെയ്യ് അങ്ങ് ഒഴിച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പാൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നോർമലായിട്ട് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യുന്ന അതേപോലെ തന്നെ. ഇനി നമുക്ക് എരിവ് കുറച്ചും കൂടെ ഒക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവായിട്ട് തോന്നി എനിക്ക് ആ ഒരു മിക്സ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിൽ കുരുമുളക് ഞാൻ ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് ചൂടാവട്ടെ. അതിൻ്റെ അടിഭാഗം ഒന്ന് അങ്ങ് വേവായിട്ട് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നങ്ങ് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി അങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റും കൂടി അങ്ങ് വെച്ചിട്ട്. അപ്പം ആ ഒരു സൈഡ് അങ്ങ് ആയി വന്നിട്ടുണ്ട്. അപ്പം അങ്ങ് മറിച്ചിട്ടിട്ട് ഞാൻ അതങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ലെസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മിക്സ് ബാക്കിയുണ്ട്. അതും കൂടി അങ്ങ് നമുക്ക് പാനിലോട്ട് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ കുറച്ച് ഗീ അങ്ങ് ഒഴിച്ചിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കണം. ആ മിക്സ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള മിക്സും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ലെസ് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.